നമ്മളിനി പോകുന്നത് അതിരാവിലെ നടന്ന ഒരു ദാരുണമായ അപകട വാർത്തയിലേക്കാണ്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞ് വീണായിരുന്നു അപകടം സംഭവിച്ചത്. ഞങ്ങൾ നിലവിളി കേട്ടോണ്ടോ കൂടിയത്. അപ്പോൾ അരമണിക്കൂർ എങ്ങാണ്ടായി ചാടിയപ്പോൾ 12 മണിക്ക് എങ്ങാണ്ട് ചാടിയത്. യുവതിയും യുവാവും തമ്മിലുള്ള പ്രശ്നമാണോ? അവരെന്തോ കുടുംബ വിഷയമുണ്ട്. ഇവിടെ ഈ വലിയ വഴക്കൊക്കെ കേട്ടോ നിങ്ങൾ രാത്രി? അങ്ങനൊന്നും കേട്ടില്ലേ, ഞങ്ങൾ ഉറങ്ങിപ്പോയി. എങ്ങനെ അറിയും? നിങ്ങൾ അറിയുന്ന എങ്ങനെ? നിലവിളി കേട്ടോ. ഞങ്ങൾ ഫയർഫോഴ്സിനെ അവർ വിളിച്ചായിരുന്നു. ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ ശിവകൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അയാള് വിളിച്ചു. ഞങ്ങൾ ഫയർഫോഴ്സ് അങ്ങനെ ഞങ്ങളും അറിയുന്നു. അങ്ങനെ പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് ഇറങ്ങി, ഒരാൾ ഈ റോപ്പെല്ലാം ഉപയോഗിച്ച് രക്ഷ വരുന്നുണ്ടോ ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കരയ്ക്ക് നിന്ന് മറ്റൊരു സുഹൃത്ത് ഇവിടെ അയാളത്തിന് മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മാറിക്കാൻ കേട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, അങ്ങേറ്റം ദാരുണമായ സങ്കടകരമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ 3 പേർ മരിച്ചത്. കിണറിന്റെ കൈവരി ഇടിഞ്ഞ് വീണത് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ഫയർഫോഴ്സ് സംഘത്തിന് ആ യുവതിയെയും കൊണ്ട് കരയിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും വലിയ താഴ്ചയിലുള്ള കിണറായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ആ കരിങ്കൽ ചീളുകൾ അടക്കം, കൈവരി അടക്കം തകർന്നു വീണപ്പോൾ അത് മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും രോഹിണി, രാത്രി 12 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അതായത് അർച്ചന ഈ കിണറ്റിലേക്കാണ് ചാടിയിരിക്കുന്നത്. ആ വിവരം ലഭിച്ചതിന് ശേഷമാണ് ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും ഇത് അർച്ചനയുടെ വീടാണല്ലേ? ഇത് ഇവിടെ താമസിക്കുന്നത്? അല്ല, ഞാൻ അക്കരെ താമസിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു? ഞാൻ അറിഞ്ഞിട്ട് രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ അപ്പോഴത്തേനെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോഴത്തേനും എല്ലാവരും എടുത്തുകൊണ്ട് പോയി. അതൊക്കെ ആയിരുന്നു. അർച്ചന സ്ഥിരമായി താമസിച്ച് വരുന്ന വീടാണോ? അല്ല, നമ്മൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ വരികയൊക്കെ ചെയ്യും. നമ്മുടെ തൊട്ട് അക്കരെ താമസിക്കുന്നത്. ഇത് ആരുടെ വീടാണ്? ഇതിപ്പോൾ അവരുടെ വീടാണ്. ഈ ചാടിയ പെണ്ണിൻ്റെ വീടാണ്. വീട്ടുകാരാണ്. തീർച്ചയായും ഈ കിണറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കിണറിൻ്റെ കൈവരിയാണ് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നത്. ചുടുകല്ലുകളാണ് ഇതിൽ ഈ കൈവരിയായി കെട്ടിയിരിക്കുന്നത്. എന്തായാലും അർച്ചന ഇതിലേക്ക് ചാടി ശേഷം ഫയർഫോഴ്സിനെ, അതായത് ശിവകൃഷ്ണനാണ് ഈ ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. കുട്ടികളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തി ഈ കയർ കെട്ടി താഴേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഈ ഒരു അപകടം നടക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഈ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 ജീവനുകളാണ് പൊലിഞ്ഞത്. ഈ അർച്ചന, അതോടൊപ്പം തന്നെ ശിവകൃഷ്ണൻ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഈ കിണറിലേക്ക് ഇറങ്ങുന്നതിനിടെ ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഈ വീടിന് മുന്നിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. ചേട്ടൻ രാത്രി ഉണ്ടായിരുന്നോ ഈ സമയത്ത്? ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ഇതിൽ 12 മണി കഴിഞ്ഞാണ് ഒരു ബഹളം കേട്ട് ആണ് ഞങ്ങളൊക്കെ ഓടി കൂടുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി കിണറ്റിനകത്ത് അകപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പം ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 15 മിനിറ്റിനകത്ത് ഫയർഫോഴ്സ് വന്നു. അങ്ങനെ വന്ന യൂണിറ്റ് അവർ ആ വലിയ വണ്ടിയൊന്നും ഇവിടെ വരത്തില്ല. അതുകൊണ്ട് അവരുടെ സാധനങ്ങളെല്ലാം അവർ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വട ഉൾപ്പെടെ വല ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ജീവനക്കാരനാണ് ഇതിനകത്ത് ഈ കിണറിൻ്റെ പാലത്തെ റോപ്പ് കെട്ടിയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അദ്ദേഹം ഇറങ്ങി താഴ്ച സ്ഥിതികൾ മനസ്സിലാക്കി ഈ പെൺകുട്ടിയെ വലയ്ക്കകത്താക്കി. പെൺകുട്ടിക്ക് ജീവനൊക്കെ ഉണ്ടായിരുന്നു. കയ്യോ കാലം കൊണ്ട് കുടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ആക്കി മേളിലേക്ക് ഞങ്ങൾ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാൽഭാഗത്തോളമായി 80 അടിയോളം താഴ്ചയുണ്ട്. കാൽഭാഗത്തോളം മേളിൽ കയറ്റിയപ്പോഴാണ് ഈ കിണറിൻ്റെ ഈ 2 തൂണും പാലും എല്ലാം കൂടെ സൈഡും ഈ ഭിത്തി എല്ലാം കൂടെ ഇടിഞ്ഞ് കിണറ്റിലേക്ക് പതിക്കുന്നു. പഴയ കൈവരിയായിരുന്നു? അതെ, പഴയ ഒരു 10-25 വർഷത്തോളം പഴക്കമുള്ള കിണറാണ്. ശിവകൃഷ്ണയാണോ ഇവിടെ ഉണ്ടായിരുന്നത്? ശിവകൃഷ്ണ ഇവർ ഈ അർച്ചനയുടെ സുഹൃത്താണെന്ന് പറയുന്നു. ഈ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റും. പുള്ളി താഴേക്ക് പോകുമായിരുന്നു? പുള്ളി ഈ സൈഡിൽ നിന്നുകൊണ്ട് ഈ ടോർച്ച് അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ, അദ്ദേഹത്തിന് മദ്യം കഴിച്ചിട്ടുണ്ടായതുകൊണ്ട് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് കൂട്ടാക്കാതെ അയാൾ സൈഡിൽ വന്ന്
അപ്പം വീണ് ആ വിത്തെല്ലാം കൂടി ഇടിഞ്ഞ ആ ഫോഴ്സിൽ ഇയാളും ഇവിടെ കൂട്ടത്തിലൊക്കെ പോയതാണ്. പിന്നീട് അവരെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഫയർഫോഴ്സ് ജീവനക്കാരൻ്റെ അയാൾക്ക് റോപ്പ് ഉണ്ടായിരുന്നു, അയാൾ എല്ലാം സുരക്ഷാ മാനദണ്ഡങ്ങൾ വിരിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പെട്ടെന്ന് അയാളെ ഞങ്ങൾക്ക് പിടിച്ചു കയറ്റാൻ കഴിഞ്ഞു. തലയിൽ ഗുരുതര തല ഈ വീണ സാധനങ്ങൾ ഈ പറഞ്ഞ ഇഷ്ടികയും മറ്റ് കല്ലുകളും എല്ലാം കൂടെ തൂണെല്ലാം കൂടെ വീണപ്പം അയാൾക്ക് കാര്യമായി ക്ഷതം പറ്റിക്കാണും. അങ്ങനെയാണ് അയാൾ അപ്പോഴേക്കും ആശുപത്രിയിലേക്ക് എത്തി. അത്രയും ആ കരയ്ക്കെടുത്തപ്പോഴേ അവർ ആംബുലൻസിനെയൊക്കെ വിളിച്ച് വരുത്തിയിരുന്നു. അപ്പോഴേ അവർ കൊണ്ടുപോയി. ഈ അർച്ചനയ്ക്ക് 3 കുട്ടികളാണ്. 3 കുട്ടികളാണ്, 2 പെൺകുട്ടി 1 ആൺകുട്ടി. ഏറെക്കാലമായി ഇവിടെയാണ് താമസം. ഏറെക്കാലമല്ല, അവരിവിടെ വന്നിട്ട് 2 വർഷത്തോളം. ഈ ശിവകൃഷ്ണൻ ഇവിടെ കാണാറുണ്ട് സ്ഥിരം? അയാൾ ഇപ്പോൾ ഈ അർച്ചനയുടെ കൂടെ കൂടിയിട്ട് 2 മാസത്തോളം ആവുന്നു. 2 മാസമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ, എന്നേ നമ്മുടെ അറിവുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ സാഹചര്യം, കുട്ടികളെ മാറ്റിയിട്ടുണ്ട് ബന്ധു വീട്ടിലേക്ക്? ഇല്ലില്ല, എല്ലാവരും ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്. വലിയൊരു ദാരുണമായിട്ടുള്ള സംഭവം. നാട്ടുകാരൊക്കെ വലിയ ഞെട്ടൽ. നല്ലൊരു രക്ഷാപ്രവർത്തകനും നഷ്ടപ്പെട്ടു പോയതിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതെ, വളരെ നല്ലൊരു രക്ഷാപ്രവർത്തകനാണ്. കാരണം അയാൾ വന്നപ്പോഴേ ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഉടനെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഇറങ്ങിയത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കത് മനസ്സിലാകും. അത്രയ്ക്ക് നല്ലൊരു ജീവനക്കാരനായിരുന്നു. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതാണ്? അതെ, രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാണ്. പകുതി കൊണ്ടുവന്നതല്ലേ, പകുതി പിടിച്ച് കയറ്റിയതല്ലേ. അന്നേരമാണ് ഇതെല്ലാം ഇടിഞ്ഞ് വീണ് ഈ അപകടം വ്യാപ്തി കൂടിയത്. അതുതന്നെയാണ്, രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ പകുതിയോളം കരയ്ക്ക് കയറ്റിയിരുന്നു. അതായത് ഈ കിണറിൽ നിന്നും വടത്തിലൂടെ വലകെട്ടി മുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണാൻ പഴക്കമേറിയിട്ടുള്ള ഒരു കൈവരിയാണ്. ഈ ചുടുകല്ലുകളാണ് ഇതിൽ കെട്ടിയിട്ടുള്ളത്. ഇതും അതോടൊപ്പം തന്നെ ഈ സൈഡിലുണ്ടായിരുന്ന തൂണുമടക്കം താഴേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. ഈ കിണറിന് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ചുടുകല്ലുകളും അതോടൊപ്പം തന്നെ തൂണുമടക്കം അതിന് ഉള്ളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം താഴ്ചയേറിയിട്ടുള്ള ഒരു കിണറാണ്, അപകട സാധ്യത ഉള്ള കിണറാണ്. ഈ കിണറിലേക്കാണ് ഇത്തരത്തിൽ അർച്ചന ചാടുന്നത് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അർച്ചന ചാടിയതായിട്ടാണോ അറിഞ്ഞത്? ചാടിയതാണ്. ഭർത്താവായിട്ട് വഴക്കുണ്ടാകാൻ ശേഷം എടുത്ത് ചാടുന്നു. എന്താണ് വഴക്ക് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനെ വിളിച്ചു നോക്കാൻ കേട്ടോണ്ടാണ് ആൾക്കാരെല്ലാവരും ഇവിടെ വരുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെ നിലവിളിയൊക്കെ കേട്ടപ്പോഴാണ് നാട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആ സാഹചര്യത്തിലാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് ഫയർഫോഴ്സ് എത്തുമ്പോഴാണ്, അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, പെൺകുട്ടിയെ രക്ഷിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവം. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലാണ്. ഈ കുട്ടികളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നിലവിളിയോടുകൂടി തങ്ങളുടെ അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് വഴികാട്ടിയതൊക്കെ ഈ കുട്ടികളാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് വലിയൊരു അപകടം, അതായത് 3 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിനിടെ. എന്തായാലും നാട്ടുകാരൊക്കെ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം ഇത് തന്നെയാണ്. 2 വർഷത്തോളമായി അർച്ചന ഇവിടെ താമസിക്കുന്നുണ്ട് കുട്ടികളുമായി. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിനിടെ ഈ കൈവരിയുടെ പഴക്കമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. അങ്ങനെ ഒരു കിണറിടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നു. അവിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. രോഹിണി. ശരി മനോജ്, അങ്ങേറ്റം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം 3 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഏകദേശം ആ യുവതിയെ രക്ഷിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവരെ കയർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് വലയിലാക്കി പകുതിയോളം ദൂരം കയറിയതാണ്. പക്ഷേ അങ്ങേറ്റം നിർഭാഗ്യകരമായി ആ കിണറിൻ്റെ മതിലും കൈവരിയും തൂണുമൊക്കെ ഇടിഞ്ഞ് അകത്തേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടിയാണ് അതിൽ നിന്ന് അയാൾ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന യുവതിയുടെ സുഹൃത്തടക്കം 3 പേരും ആ കിണറിനുള്ളിൽ അകപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.